ഈ കുഞ്ഞിപ്പൂച്ച നമ്മുടെ വീട്ടിലത്തെ പൂച്ചയാണ് കേട്ടോ. ഇവളിപ്പോൾ പുറത്ത് തന്നെയാണ്. ഷെഡിലൊക്കെ കയറി കിടക്കുന്ന വലിയ ഷെഡാണ് ഇവിടെ. ഈ ഫ്രണ്ടിൽ ഈ ഷെഡ് പോലെ തന്നെ ബാക്കിലൊരു ഷെഡുണ്ട്. അതിലാണ് നമ്മുടെ പൂച്ചകളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവളെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഷെഡിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് കൂടെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരും. ഇങ്ങനെ നടക്കും. അപ്പോൾ പെൺപൂച്ച ആയതുകൊണ്ട് ഓറഞ്ച് ഒന്നും ചെയ്യുന്നില്ല കണ്ടോ. ആൺപൂച്ചകളിലൊക്കെ ഇട്ട് തല്ലും. ഇന്ന് രാവിലെയും കൂടെ കുട്ടാപ്പിന് ജനലിൽ കൂടെ കയറി തല്ലി. അത് 3 പ്രാവശ്യം. നമ്മൾ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ തല്ലാനായിട്ട് കയറും. അപ്പം ചെറുതി ഇവൻ്റെ കൂടെ ഭയങ്കര കൂട്ടാട്ടോ. അപ്പോൾ അവൾക്ക് വീട്ടിലത്തെ പൂച്ചനെക്കാട്ടി ഇഷ്ടമാണ് പുറത്തുള്ള ഓറഞ്ചിനെ. കുഞ്ഞേ ഡീ, ഇവൾക്കൊരു 3 വയസ്സുണ്ട് കേട്ടോ. ഇതുവരെ വളർന്നിട്ടില്ല. ചെറിയ കുട്ടികളെ പോലെ, വളർച്ച കുറവാണ്. നമ്മുടെ സിംബയൊക്കെ പുറത്ത് പോയാലും കൂടെ തിരിച്ച് വേഗം വരും കേട്ടോ. അധികം നേരം പുറത്തൊന്നും അങ്ങനെ നിൽക്കില്ല. ഇവള് എല്ലായിടത്തും പോകും. ഗേറ്റൊക്കെ കിടന്ന് അങ്ങോട്ട് പോയിട്ട് വരുന്നതാണ്. പിടിച്ച് കൂട്ടിലിട്ട് വളർത്താന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പറ്റൂലല്ലോ. കൂട്ടിലെല്ലാത്തിനും കൂടെ ഇട്ട് അങ്ങനെ വളർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഷെഡിൽ തന്നെയാണ് വിടുന്നത്. പുറത്ത് വിടാണ്ടാവുന്നത് നോക്കും. എന്താണെന്ന് വെച്ചാൽ വിട്ട് കഴിഞ്ഞാൽ വല്ല നായ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. ഇപ്പോൾ ബാക്കിൽ ഷെഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയതാണ്. അവർക്ക് ഓടിച്ചാടി നടക്കാം, കളിക്കാം. അവർ ഇറുകി കിടക്കുന്ന ആ ഒരു ഇതല്ല. കൂട്ടിലിട്ട് ആരും വളർത്തുന്നില്ല. ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, പൂച്ചകളൊന്നും കാണാനില്ല, കൂട്ടിലിട്ടിട്ടാണോ നിങ്ങൾ വളർത്തുന്നത്, അതിന് എന്താണത്. ഞാൻ കൂട്ടിലിട്ടിട്ടൊന്നുമല്ല വളർത്തുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യമായിട്ട് തന്നെ വളർത്തുന്നത്. ഞാൻ ഏത് വീട് മാറിയാലും എവിടെ പോയാലും അവർക്കുള്ള എല്ലാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എത്ര കാശ് മുടക്കിയിട്ടാണെങ്കിലും. അത് ആരുടെയും ഇതുണ്ടായിട്ടല്ല. എൻ്റെ സ്വന്തം കാശാർക്ക് ഞാൻ നോക്കുന്നത് എൻ്റെ പൂച്ചകളെ. എൻ്റെ പൂച്ചകളിനെ ഞാൻ എത്ര ഇതിലാണ് നോക്കണമെന്ന് എനിക്കും പടച്ചവനക്കും അറിയാം. ഇതിപ്പോൾ അവളതാ അവന് കഴിക്കാൻ കൊടുത്തതാണ്. അവൻ്റെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വീട്ടിനകത്ത് 3 ആളിനെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ ഞാൻ അപ്പുറത്ത് എല്ലാവരും വിട്ടിട്ടുണ്ട്. എൻ്റെ 13 പൂച്ച, 14ഓളം പൂച്ചകൾ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരെവിടെയും പോയിട്ടില്ല. ഞാൻ ആർക്കും കൊടുക്കില്ല. ഓറഞ്ചേ, അവൾ കഴിക്കട്ടെ മോനെ, നീ കുറെ കഴിച്ചില്ലേ. ചെക്കൻ അവളെയും പേടിപ്പിക്കും തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ. ഇവളാണെങ്കിൽ ഇങ്ങനെ കാറിൻ്റെ അടിയിലും വീട്ടിലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ നടന്നോളും. ഓറഞ്ച് പിന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇന്നിവിടെ നല്ല മഴയാണ്. 2-3 ദിവസമായി രാവിലെ നല്ല മഴയുണ്ട്. ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ 10 മണി കഴിഞ്ഞു. രാവിലെ ഒരു ട്രിപ്പ് കഴിച്ചിട്ട് പോയതാണ്. പിന്നെ അവൻ കഴിക്കാൻ വന്നതാണ്. ഓറഞ്ചോ, ഓ പോവണാ പോവണാ. ആ ഈ കുട്ടാപ്പിന് ഇന്നും തല്ലിയ. ഈ റൂമിൽ ജനലിൽ കൂടെ കയറിയിട്ട് അവൻ തല്ലുന്നേ. അച്ഛന്ന് 3 പ്രാവശ്യം ഓട്ടിച്ചിരിക്കണോ നോക്കിട്ട് ഓടുന്നത്. അവിടെ ചവിട്ടിലിക്ക അവിടെ ഇക്ക രാവിലെ നേരത്തെ കൊടുത്ത് എന്ത് പറഞ്ഞേ. ഇക്കടെ നോക്കണോക്കെ കണ്ണി കുത്തി പൊട്ടിക്കും പറയണവൻ. ഇല്ല ഓറഞ്ചേ, ഓറഞ്ചോ. ഇക്ക സ്നേഹം കൊണ്ടാ ചീത്ത പറയുന്നത് കേട്ടോ. നമ്മൾ കുട്ടാപ്പിനെയൊക്കെ ചീത്ത പറയിട്ട് ചിലക്ക് അവനെ ചീത്ത പറയണ്ടെന്ന് പറയാം. അത് സ്നേഹം കൊണ്ട് പറയുന്ന. അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ നമ്മൾ മക്കളിനോട് കാണിക്കുന്ന അതേ സ്നേഹം തന്നെ അവരോട് കാണിക്കുന്നത്. മക്കളെ കൊഞ്ചിക്കുന്ന പോലെയൊക്കെ. ഇതുണ്ട് അവള് കാറിൻ്റെ അടി കിടക്കുന്നു. എടി പോ ഷെഡി പോ. അവൾക്ക് 3 വയസ്സായിട്ട് വളർച്ച ഇല്ലാത്തതുകൊണ്ട് ഏത് ഗ്യാപ്പിൽ കൂടെ വേണമെങ്കിൽ പുറത്ത് വരാം. മറ്റുള്ളവർക്ക് വലിച്ചല്ല. ഇക്ക പുറത്ത് വന്നിക്കാണ്. ഞാൻ ഈ പൂച്ചകൾക്ക് വേണ്ടിയിട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എത്ര പൈസ ചിലവാക്കി നോക്കുക. പൈസൻ്റെ ഇത് നോക്കില്ല, ഇതാക്കില്ല. അത് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും പറയട്ടാ. പൂച്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്നു, ഭ്രാന്ത് പിടിച്ചിട്ടുന്നു. അവർക്ക് എവിടെ പോയാലും കൂടായാലും സൗകര്യമായിരുന്നാലും ഒക്കെ. ഇതിപ്പോൾ നമ്മുടെ ഓറഞ്ചിന് വേണ്ടിയിട്ടതേ പാത്രത്തിൽ വെള്ളവും ഫുഡും. എൻ്റെ ഇക്ക എന്നെ പോലെ തന്നെ കേട്ടാ. ചെറുതിപ്പോൾ കഴിച്ചിട്ട് പോയതാ. ഇപ്പോൾ കൊടുത്ത് ഞാൻ മുട്ട കഴിക്കുമ്പോഴേ ആ മുട്ടനെ മഞ്ഞയും കൊടുത്ത് പോണണ്ട പിടിച്ച് വീട്ടിനകത്ത് കൊണ്ടുവന്നാലേ പറഞ്ഞിട്ട് പോവാ. മോളെ ദൂരെ പോവരുതിട്ടാ. വാ വാ ഇങ്ങോട്ട് വാ. വേഗം വാക്കാ. ഓറഞ്ച്
ഓറഞ്ച് ഇപ്പം ഇവിടെ തന്നെയാണ് കേട്ടോ, പുറത്തേക്ക് പോക്കേ ഇല്ല. 24 മണിക്കൂർ. രാവിലെ ഇപ്പം 5:30 ആവുമ്പോഴാണ് പുലർച്ചെ വന്നിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് വിളിക്കുന്നവൻ. ഇല്ല ഓറഞ്ച്, ഞാൻ പിന്നെ പൂച്ചകളിലെ എല്ലാത്തിനും കാണിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വർക്കിന് പോക്കും പിന്നെ വീട്ടിലത്തെ പണി ഇതൊക്കെ ഉണ്ട്. ബാക്കിൽ ഡെയിലി പോയി 2 നേരം വൃത്തിയാകണം. ഷെഡിൽ തന്നെ അവർക്ക് പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടല്ലോ, ബാത്റൂം പോകുന്നൊക്കെ ക്ലീൻ ആക്കണം. അപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ പൂച്ചകളെ ഇതാക്കി, ബാക്കിയുള്ളവർ എന്തൊക്കെ കാണിക്കുന്ന വീഡിയോസ് ഇതൊക്കെ കാണിക്കുന്നു. എനിക്ക് പൂച്ചനെ ഇതാക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടാനൊന്നുമല്ല. എൻ്റെ പൂച്ചകൾ ഇപ്പോഴും ഇവിടെ തന്നെ. അവൻ ഓടി നടക്കുക. എവിടേക്കാടാ? ആ ഹോൾ മേടിച്ച് വാ. പിന്നെ ഹർഷമോന് വാപ്പ വിളിക്കുന്നു. ഓറഞ്ചേ പേടിപ്പിച്ചു നിന്നെ. അവൾക്ക് കാറിൻ്റെ അടിയിൽ എപ്പോഴും പോയി കിടക്കണം. പക്ഷെ കാർ എടുത്തില്ല. ഇനി കാറ് വരുന്ന വരെ ഇവിടെ സിറ്റൗട്ട് വന്ന് കിടക്കും. വാപ്പ വിളിക്കുന്നു. പിന്നെ നോക്കി പോയിട്ടോ മോനെ. പൊനി പുറത്ത് വരുത് വാ. ഇന്ന് ഹർഷാവിന് എക്സാം 10 മണിക്കാണ്. അപ്പം ഹർഷാവിനെ കൊണ്ട് വിടാൻ പോവാം. മഴയല്ലേ, എന്നും മൂത്ത മോനാണ് കൊണ്ടുവന്നത് സ്കൂളിലേക്ക്. അവൻ കോളേജിൽ പോകുമ്പോൾ കൊണ്ടുവിടാൻ പോവും. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് ഇക്ക കൊണ്ടുവിടാൻ പോവാം. ഓറഞ്ച്, ഓറഞ്ച് ഇവിടെ വാ. പിന്നെ ഞാൻ പൂച്ചനെയൊക്കെ ആദ്യം ഇപ്പോൾ ഫ്ലാറ്റിലായിരുന്നെങ്കിലൊക്കെ അകത്തിട്ടാണ് വളർത്തി. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ എന്തിനാ പൂച്ചനെ ഇട്ട് വളർത്തുന്നത്, അങ്ങനെ ഇങ്ങനെ സ്മെല്ല് വരുന്ന അത് ഇത് പറഞ്ഞിട്ട് നമ്മൾ ഒരുമാതിരി ഡിപ്രഷൻ ആവാൻ വേണ്ടി വെക്കുന്ന സംസാരമാണ് അതിൻ്റെയൊക്കെ. കേട്ട് മതിയാവും. ഞാൻ ഈ വർഷത്തിൽ ഒരിക്കലൊക്കെയാണ്, ഒരു തവണയൊക്കെ ആയിരിക്കും ഈ കുടുംബം ഫാമിലി പറയുന്നവരൊക്കെ ഈ പറയുന്ന അറിയുന്നവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ആ ഒരു ട്രിപ്പ് വരുമ്പോൾ തന്നെ നമ്മളൊരു 1008 കുറ്റങ്ങൾ പറഞ്ഞിരിക്കും. അത് പറഞ്ഞാൽ എന്തിനാ പൂച്ചനെ ഇങ്ങനെ വളർത്തണേ, അവിടെയും കൊണ്ട് വീട്. നമുക്ക് അവരിനെ പോലെ കഴിയില്ല. ഞാനിങ്ങനെയാണ്. ഞാൻ എവിടെ ചെന്നാലും എൻ്റെ പൂച്ച എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ പൂച്ചകളെ ഇതുവരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് എനിക്കറിയുള്ളൂ. അത് മറ്റുള്ളവരോട് കാണിക്കാനോ പറയേണ്ട ആവശ്യം എനിക്കില്ല. സ്നേഹമെന്ന് പറയുന്നത് ഉള്ളിൽ നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക്, അത് സ്നേഹമുള്ള ആൾക്കാർക്കും പടച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. കാണുന്നവരിപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, യൂട്യൂബിൽ അത് ഇതെന്ന് പറഞ്ഞിട്ട് നേരം പോകാൻ വേണ്ടി മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ടിരുന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടിട്ട് അതിനെ ഒന്നും പ്രതികരിക്കില്ല. നല്ലത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് മൃഗസ്നേഹവും മനുഷ്യസ്നേഹവും നല്ല രീതിക്ക് ജീവിക്കുന്നതിനെ കണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വരും. അതെല്ലാവരും ഇല്ല കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. എന്നെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അതേപോലെ മൃഗസ്നേഹം മനുഷ്യസ്നേഹം എല്ലാ രീതിക്ക് സ്നേഹമുള്ള ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ചാനലിൽ എനിക്ക് ഓരോ ദിവസം വരുന്ന കമൻറ്റ് നോക്കി അറിയാൻ പറ്റും. അവരൊക്കെ എന്നെ ഒരുപാട്, അവർ ഒരു പണി ഇല്ലാത്തതുകൊണ്ടല്ല അവരെനിക്ക് ആ ഒരു കമൻറ്റ് ചെയ്യുന്നത്. നല്ല രീതിക്ക് അവരൊരുപാട് തിരക്കുകളുള്ള ആൾക്കാരാണ്. എന്നാൽ പോലും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇടാൻ വേണ്ടി എടുക്കുന്ന ആ സമയം ഉണ്ടല്ലോ, അതിലൊരുപാട് സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഓറഞ്ച് വാ ബാ ബാ, അകത്ത് പോണേ, പുറത്ത് വരുന്നിട്ടാ. ഇവനെ കുട്ടൂന് പേടിയില്ലാത്ത പോലും മിണ്ടാതിരിക്കും. കുട്ടി ഇങ്ങനെ അടുത്ത് വരുമ്പോണ്ടല്ലോ, കുട്ടൂര് ഇന്നലെ ഒറ്റ തല്ല് തല്ലിട്ട് ഓടി. ഒരു തല്ല് കുട്ടൂര് ദേഷ്യം വന്നിട്ട് ഓട്ടിച്ച് വിട്ട്. പെണ്ണ് ഇവിടെ ഉണ്ടല്ല, ഞാൻ അവളെ നോക്കിയത്. വാ കയറി വാ, അകത്ത് വാ വാ പൊഞ്ഞു. പിടിച്ചു കൊണ്ടുപോയാലെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റിയാൽ പിന്നെ അവൾക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. വാ, വീട്ടിനകത്ത് വിട്ടാൽ പുറത്ത് പോകാൻ പറ്റില്ല. ഷെഡിലാണെങ്കിൽ അടിയിൽ കൂടെ കയറിപ്പോവും. ഞാൻ ഇൻഷാല്ലാ ഒരു ദിവസം അവിടെ അപ്പുറത്തെ ഷെഡിൽ പോയിട്ട് എല്ലാവരുടെ വീഡിയോ ഇടാം കേട്ടോ. അവരെയൊക്കെ ഞാൻ ഈ ബാത്റൂം പോകുന്നതൊക്കെ ഭയങ്കര സ്മെല്ല്, വീട്ടിനകത്തിട്ട് വളർത്തുന്നില്ലേ. അപ്പോൾ ഞാൻ എന്തേ വാ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ആ വലിയ ഷെഡ്, അവർക്ക് വലിയ വീട്, ഈ വീടിനെക്കാട്ടും വലിയതാണ് ആ ഷെഡ്. അതിലെല്ലാം സൗകര്യമുണ്ട്. അപ്പോൾ ഞാനെങ്ങനെ പൂച്ചനെ വളർത്തുന്നത് എന്നെ അറിയണവർക്കൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ വീഡിയോ മുമ്പ് മുതൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം. എവിടേക്കാടാ പെണ്ണിന് ലൈൻ അടിക്കണവൻ അല്ലേ? പെണ്ണിന് ലൈൻ അടിക്കണേ. പെണ്ണാണെങ്കിൽ പിന്നാലെ നടക്കുന്നുണ്ട്. നമ്മുടെ പൂച്ചകൾ പുറത്ത് വന്നപ്പോൾ തല്ലു അടിയാവും. ഓ എന്തേ ഈ കുഞ്ഞി പാടി
നമ്മുടെ പൊന്നു അടി, നമ്മുടെ സ്വത്തു അടി. ഈ ചെക്കൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നോട്ടാ. ഓറഞ്ചോ, ഓറഞ്ച്. എപ്പം നോക്കിയാലും ചെവിയും ചോറിന് നടണം. വാടാ. അയ്യോ, ഞാൻ സംസാരിച്ച് വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നു. ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. കുഞ്ഞുമാ പാടി, നമ്മുടെ പൊന്നു.